അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ഡ്രൈ ആയിട്ടുള്ള ജാർ എടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് അളവ് കപ്പിലാണ് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവ് കപ്പില്ല, ചായയും വെള്ളവും കുടിക്കുന്ന ഗ്ലാസ്സിൽ പഞ്ചസാര അളന്നെടുത്താലും മതി. എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അളവ് കപ്പിലാണ് എല്ലാം അളന്നെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കാം. ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര പൊടിച്ചതും മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു 40 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് മണമില്ലാത്ത ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എണ്ണയ്ക്ക് പകരമായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എണ്ണയും കൂടെ ചേർത്ത് ഒരു ഹൈ സ്പീഡിൽ 40 സെക്കൻഡ് അടിച്ചതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ടുള്ള ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാനൊരു കേക്ക് ടിന്ന് ഇതാ എടുത്തിട്ടുണ്ട്. 24 ഇഞ്ച് കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കേക്ക് ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റൗണ്ട് ആയിട്ടുള്ള കേക്ക് ടിൻ ആയാലും മതി, അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി. ഏതെങ്കിലും ഒന്ന് എടുക്കുക. സാധാരണ ടിന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നടുഭാഗത്ത് ഇറക്കി വെച്ചാൽ മതിയായിരിക്കും. ഇനി ഈ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് എണ്ണ അങ്ങ് കോഴി ഒഴിക്കരുത്. ചെറുതായിട്ടൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കുടഞ്ഞ് ബാക്കിയുള്ള മൈദ അങ്ങ് മാറ്റാം. എക്സ്ട്രാ കുറച്ച് മാവുണ്ട്, അതങ്ങ് മാറ്റാം. അപ്പോൾ ആ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ആദ്യമേ തന്നെ ഈ കേക്ക് ടിന്ന് അല്ലെങ്കിൽ പാത്രം ഏതിലാണോ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് ആദ്യമേ എണ്ണ ബ്രഷ് ചെയ്ത് ഇതുപോലെ മാവൊക്കെ തട്ടിക്കുടഞ്ഞ് വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയിലും ചെയ്യാം, പക്ഷെ കുറച്ചും കൂടെ നല്ലത് മൈദയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് മൈദ അളന്നെടുക്കാം. കുത്തി നിറച്ചൊരിക്കലും എടുക്കരുത്, ലെവൽ ചെയ്ത് വേണം മാവെടുക്കാൻ. 2ാമത്തെ കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോരുത്, 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് മൈദയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 1 നുള്ള് ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ തന്നെ മുട്ട എടുക്കുന്ന സമയത്തും 1 കപ്പ് മാവിലാണെന്നുണ്ടെങ്കിൽ 2 മുട്ട എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 2 കപ്പ് മൈദയിലേക്കാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്താൽ മതിയാവും. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. മാവിൻ്റെ എല്ലാ ഭാഗത്തും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ എത്തണം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് പകുതി മാവ് ഇട്ടിട്ട് ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ച് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി മാവ് അരിച്ച് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിക്കാം. നേരിട്ട് ബാറ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് മാവ് എല്ലാ ചേരുവകളും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി മാവും കൂടെ അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പകുതി മാവും കൂടെ അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്ത് യോജിപ്പിക്കാൻ. ഇതുപോലത്തെ വിസ്കില്ല എന്നുണ്ടെങ്കിൽ തഴുത്തവി വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ കട്ടി നോക്കിയിട്ട് വേണം നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുക്കാൻ. ആദ്യമേ പാലൊഴിക്കരുത്. നമ്മളെടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് കട്ടിക്കാനിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ.
അപ്പോൾ അതാ 1/2 കപ്പ് പാലെടുത്തു. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് പാലെടുക്കുക. 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് മുഴുവനും ഒഴിച്ചു കൊടുക്കണ്ട, ഒരു പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തു. ഇനി കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ലൂസാവാനുണ്ട് ബാറ്റർ. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ ഈ ഒരു പരുവത്തിന് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഒരു ഒഴുകി പോകുന്ന രീതിയിൽ, ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇതിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ 1/4 ഭാഗത്തോളം ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി. ഇനി ഒരു അരിപ്പയിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് അരിച്ച് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറിൽ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. കൊക്കോ പൗഡർ അരിച്ച് ഇട്ട് കൊടുത്തതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാല് വേണം എടുക്കാൻ. നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇതെവിടെ റെഡിയായി. ഇനി പാലൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സെറ്റ് ചെയ്ത കേക്ക് ടിൻ എടുക്കുക. ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മാറ്റി വെച്ചില്ലേ, ആ ബാറ്റർ അങ്ങ് ഒഴിക്കാം. കുറച്ച് ബാറ്റർ മാറ്റി വയ്ക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കൊക്കോയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. സ്പാച്ചിലുകൊണ്ട് മെല്ലെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് വാനിലയുടെ മിക്സ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കൊക്കോയുടെ മിക്സ് കുറച്ച് ബാക്കിയില്ലേ, അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു കത്തി കൊണ്ട് മെല്ലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. കേക്കിന്റെ ബാറ്റർ റെഡിയാക്കി 1/4 ഭാഗം എത്തുന്ന സമയത്ത് ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. 5 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാൻ വെക്കുക. നല്ലതുപോലെ അതാ പാത്രം ചൂടായിട്ടുണ്ട്. പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പുക വരണം. പടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാൻഡാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇറക്കി വെക്കുക. ഇനി മൂടി വെച്ചെടുത്ത് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 40 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവാത്തത് കൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് ആ കേക്ക് നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഇത് ആയിട്ടുണ്ടോ എന്ന് ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ കത്തി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 5 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ഈ പാത്രത്തിൽ നിന്നും ഈ കേക്ക് ടിന്ന് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആ കേക്കിന്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. ഇനി മെല്ലെ ഒന്ന് തുറന്നു നോക്കാം. അതാ കേക്ക് അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതാ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി കേക്ക് നമുക്ക് തിരിച്ചു വെക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേക്ക്, ഉണ്ടല്ലേ. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ എന്താ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് എടുത്ത കണ്ടില്ലേ, പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഓവൻ്റെ ഒന്നും സഹായം ഇല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന
അടിപൊളി ടേസ്റ്റ് ഉള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ മാർബിൾ കേക്ക് നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്